ഹായ്, നമസ്കാരം. നമ്മൾ എപ്പോഴും മെൻ്റലി സ്ട്രോങ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മെൻ്റലി സ്ട്രോങ് ആയ വ്യക്തികൾ എല്ലാ ഡിഫിക്കൽട്ട് സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവരും, അതേപോലെ ഏതൊരു സിറ്റുവേഷനെയും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരും, അവരുടെ സെൽഫ് കോൺഫിഡൻസ് വളരെ ഇൻക്രീസ്ഡും ആയിരിക്കും. എങ്ങനെയാണ് നമുക്കൊരു മെൻ്റലി സ്ട്രോങ് ആയ പേഴ്സൺ ആവാൻ പറ്റുന്നത്? ചെറിയ കുട്ടികൾ നടന്നാണ് അവരുടെ കാലുകൾ സ്ട്രോങ് ആവുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്താണ് നമുക്ക് സ്ട്രോങ് ആകാൻ പറ്റുക, മെൻ്റലി സ്ട്രോങ് ആവാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ മെൻ്റലി സ്ട്രോങ് ആവാനും പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോണിലായിരിക്കും ജീവിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ചലഞ്ച് യുവർ സെൽഫ്. സോ ആ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എപ്പോഴും തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നേടാനായിട്ടുള്ള വഴിയിൽ പല ഡിഫിക്കൽട്ടീസും നമുക്ക് വരും. അപ്പോൾ അതിനെ തരണം ചെയ്തും നമുക്ക് മെൻ്റലി സ്ട്രോങ് ആവാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഫിസിക്കൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തിന്. സോ ബാലൻസ് ഡയറ്റ് കഴിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ, എക്സർസൈസ്. എക്സർസൈസ് ചെയ്യുമ്പോൾ ഡെയിലിയുള്ള എക്സർസൈസ് നമ്മുടെ ബോഡിയിൽ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഗുഡ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കും. സോ അത് നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാനും മെൻ്റലി ഹെൽത്ത് ആയിട്ടിരിക്കാനും മെൻ്റലി സ്ട്രോങ് ആക്കുകയും ചെയ്യും. അടുത്തതാണ്, നമ്മൾ സെറ്റ് ബൗണ്ടറീസ്. എല്ലാ ബന്ധങ്ങളിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. കാര്യം എല്ലാവരും ഒരുപോലെയല്ല. ചിലരുമായിട്ടുള്ള ചില റിലേഷൻഷിപ്പിൽ നമുക്ക് മെൻ്റലി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ എല്ലാ ബന്ധങ്ങളെയും അറിഞ്ഞുകൊണ്ട് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്തതാണ്, ലേൺ ഫ്രം സെറ്റ് ബാക്സ്. നമ്മൾ എപ്പോഴും ജയിക്കണം എന്നില്ല, എപ്പോഴും നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരണമെന്നും ഇല്ല. പക്ഷേ വരുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇനി ഉണ്ടായ ആ ഫെയിലിയേഴ്സിൽ നിന്നും നമ്മൾ തന്നെ ചില കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. അടുത്തതാണ്, നമുക്ക് എപ്പോഴും ഗുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുക. നെഗറ്റീവ് തിങ്കിങ് അതേപോലെ ബാഡ് തിങ്സ് എപ്പോഴും അത് മെൻ്റലി വീക്ക് ആക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഏതൊരു കാര്യത്തെയും പോസിറ്റീവായിട്ട് എടുക്കാനും നമ്മൾ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. താങ്ക് യു സോ മച്ച്.